നമസ്കാരം. LSG vs SRH ഈ IPL ആദ്യത്തെ അട്ടിമറി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം LSGയെ വളരെ ലോ ആയിട്ട് എല്ലാവരും റേറ്റ് ചെയ്തിരുന്ന ഒരു ടീമാണ്. അതുപോലെ തന്നെ SRHനെ ഭയങ്കര ഹൈ ആയിട്ട് റേറ്റ് ചെയ്തിരുന്ന ഒരു ടീമാണ്. ഈ മാച്ചിൽ 300+ റൺ അടിക്കുമെന്ന് വരെ പറഞ്ഞിരുന്നവരുണ്ട്. അങ്ങനെ ഒരു മാച്ചിൽ ധൈര്യമായിട്ട് ടോസ് വിൻ ചെയ്ത് SRHനെ ബാറ്റിങ്ങിന് വേണ്ടിയിട്ട് 190 ഒരു സ്കോറിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റാണ് LSG കാഴ്ചവെച്ചിരിക്കുന്നത്. ലക്നൗ ശരിക്കും ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ജയിച്ചിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ SRHൻ്റെ ബോളിങ്ങിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ്. നമ്മൾ പ്രിവ്യൂവിൽ SRHൻ്റെ ബോളിംഗ് വീക്കാണ് കമ്പാരിറ്റീവ്ലി മറ്റ് ടീമുകളെ വെച്ചെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിരുന്നു ഇത്രയും നല്ലൊരു ബോളിംഗ് യൂണിറ്റിനാണോ വീക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ സാംബയ്ക്ക് വരെ നന്നായിട്ട് അടിയുണ്ട്. മറ്റുള്ളവർ കാര്യം പിന്നെ പറയേണ്ട, എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് അടിയുണ്ട്. അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഇത്രയും ഹൈ സ്കോറിംഗ് ആയിട്ട് കളിക്കാനുള്ളൊരു സ്ട്രാറ്റജി കളിക്കുന്ന ടീമിന് ബോളേഴ്സിന് സ്വാഭാവികമായിട്ടും അടിയുള്ളൂ. ഈ ഒരു സ്ട്രാറ്റജിക്ക് അലൈൻ ചെയ്യുന്ന ബോളേഴ്സിനാണ് അവർ എടുത്തിരിക്കുന്നത്. ഹർഷൽ പട്ടേലിനൊക്കെ നോക്കുകയാണെങ്കിൽ. ഇനി മുഹമ്മദ് ഷമി പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷമി പഴയ മുഹമ്മദ് ഷമി അല്ല. അതിപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലും ഒരു പഴയ മുഹമ്മദ് ഷമിയുടെ ഒരു ഗ്ലിംസ് മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ ഒരു ഫോമിൽ പഴയ ഒരു ഫോമിൽ എറിയുന്ന മുഹമ്മദ് ഷമിയെ കണ്ടില്ല. ഇപ്പോൾ IPL നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് സ്ഥിതി. ആ ഒരു പഴയ മുഹമ്മദ് ഷമിയെ കാണാൻ പറ്റുന്നില്ല. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ SRH ഒരു 220 മുകളിൽ ഹൈദരാബാദിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് ടീമിനോട് ആണെന്നുണ്ടെങ്കിലും. ഇനി LSGയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഋഷഭ് പന്തും അതുപോലെ തന്നെ LSGയും കൃത്യമായിട്ട് പ്ലാൻസോടെ വന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റി. ഈ ഗ്രൗണ്ടിൽ SRHനെ ഈ ഒരു സ്കോറിൽ കണ്ടെയ്ൻ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. LSG ഡൺ എ ഗ്രേറ്റ് ജോബ്. SRHൻ്റെ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഹെഡ് നന്നായിട്ട് കളിച്ചു. അതുപോലെ തന്നെ ക്ലാസും കുഴപ്പമില്ലാതെ കളിച്ചു. അങ്കിത് വർമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അങ്കിത് വർമ്മ ഇന്നലെ കാണിച്ചു. ഇനി LSGയുടെ ബോളിങ്ങിൽ ഷർദുൽ താക്കൂർ ഈസ് പഞ്ചിങ് അബോവ് ഹിസ് വെയിറ്റ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഷർദുൽ താക്കൂർ ഈ ഒരു ഓപ്ഷനിൽ എടുക്കാതെ പോയ ഒരു പ്ലെയറാണ്. വന്നിട്ട് 2 മാച്ചിലും കൊടുത്ത പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ പ്രിൻസ് യാദവ് നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്ത ആ ബോളർ. ആ ഒരു 2 പെർഫോമൻസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ SRH ഒരു 200-നകത്തേക്ക് ഒതുങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സാണ് പാറ്റ് കമ്മിൻസിൻ്റെ 4 ബോളിൽ 18 റൺ എന്നുള്ളത്, 3 സിക്സ്. എന്താണോ SRH ഈ ക്രിക്കറ്റിൽ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ IPL കളിക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ക്യാപ്റ്റൻ തന്നെ കാണിച്ചു തന്നത്. അടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. ഇനി LSGയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ മിച്ചൽ മാർഷും നിക്കോളസ് പൂർണ്ണും തന്നെയാണ് ഇന്നും പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ സമദ് കുറച്ചൊരു ഗ്ലിംസ് കാണിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്ത് തന്നെ. ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർ ആരും പെർഫോം ചെയ്തിട്ടില്ല. ഇപ്പോൾ മാർക്കൺ പെർഫോം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഋഷഭ് പന്ത് അപ് ടു ദ മാർക്ക് പെർഫോമൻസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ ആ ഒരു റിതത്തിലേക്ക് എത്തിയിട്ടില്ല. ആൻഡ് ദെൻ പൂർണ്ണൻ ആൻഡ് മിച്ചൽ മാർഷ് ഒരു രക്ഷയില്ല. പൂർണ്ണൻ എന്താട്ടി അടിക്കുന്ന ഒരു രക്ഷയില്ലാത്ത അടി, അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ബാറ്റിംഗ് കഴിഞ്ഞ മാച്ചിലായാലും ഈ മാച്ചിലായാലും. അതുപോലെ തന്നെ ഇന്ന് നിക്കോളസ് പൂർണ്ണൻ ബാറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് മിച്ചൽ മാർഷ് കോംപ്ലിമെൻറ്റ് ചെയ്ത് ബാറ്റ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. മിച്ചൽ മാർഷിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മാച്ച് കളിച്ചാൽ പിന്നെ കുറേ മാച്ച് പുള്ളി കളിക്കത്തില്ല. പക്ഷേ ഈ കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും ഒരു രക്ഷയില്ല. അപ്പോൾ ഈ 2 പോസിറ്റീവ് സെൻസ് തീർച്ചയായിട്ടും LSGയെ സംബന്ധിച്ചുണ്ട്. മറ്റൊരു കാര്യം, ആവേഷ് ഖാൻ പെട്ടെന്ന് തിരിച്ചു വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിരുന്നത് LSG ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന് മെയിനായിട്ടുള്ള റീസൺ പറഞ്ഞത് ഇവരുടെ ബോളേഴ്സിൻ്റെ ഷോർട്ടേജാണ്. പക്ഷേ ആവേഷ് ഖാൻ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരുടെ ടീം കുറച്ചും കൂടെ സ്ട്രോങ് ആയി. 10 മുകളിൽ എക്കോണമിയിൽ അടി വാങ്ങിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഒരു വേഴ്സ് ബോളർ ഷർദുൽ താക്കൂറിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ട് എന്ന് പറയുന്നത് ഒരു ടീമിനെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ടോപ്പ് 4 ഓവർസീസ് പ്ലേയേഴ്സിനെ 4 ബാറ്റ്സ്മാൻമാരാണ് ഇവർ കളിപ്പിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഷമാർ ജോസഫിനെ കളിപ്പിക്കേണ്ടി വരും. അതെന്തായാലും അവർ ചെയ്യില്ല. അപ്പോൾ ഇന്ത്യൻ പേസ് യൂണിറ്റ് വളരെ വീക്കായിരുന്നു. ആവേഷ് ഖാൻ എന്ന് വന്നപ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു സ്ട്രെങ്തൻ വന്നു. അതുപോലെ തന്നെ ഈ IPL സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ മിക്കവാറും മായങ്ക് യാദവ് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ LSG വിൽ ബി ഫയർ. കാരണം അപ്പോഴത്തേക്ക് ഒരു ബോളിംഗ് യൂണിറ്റ് ഇവരുടെ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. സ്റ്റിൽ അപ്പോഴും ബാറ്റിംഗ് യൂണിറ്റ് ഫോമിലേക്ക് എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. യൂണിറ്റായിട്ട് ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല. അപ്പോൾ ഈ മാച്ചിൽ LSG ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ദേ പഞ്ച്ഡ് എബോവ് ദ വെയിറ്റ്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ പഞ്ച്ഡ് എബോവ് ഹിസ് വെയിറ്റ്. കാരണം ഒരു ബോളിംഗ് യൂണിറ്റിൻ്റെ ഭാരം മൊത്തം സ്വന്തം ചുമലിലാണ് ഷർദുൽ താക്കൂർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ലോർഡ് താക്കൂർ എന്ന് വിളിക്കുന്നത്. ഇത്രയും വീക്കായിട്ടുള്ളൊരു ബോളിംഗ് യൂണിറ്റിൽ ഷർദുൽ താക്കൂർ പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും കുറച്ച് നന്നായിട്ട് ബോളിംഗ് യൂണിറ്റ് പെർഫോം ചെയ്ത് 4 വിക്കറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി. അതുപോലെ തന്നെ പവർ പ്ലേയിൽ വന്നിട്ട് കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും വിക്കറ്റ് കൺസിസ്റ്റൻ്റ് എടുക്കുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഹാറ്റ്സ് ഓഫ് ടു ഷർദുൽ താക്കൂർ. അപ്പോൾ LSGയുടെ ബാറ്റിംഗ് യൂണിറ്റ് ഒന്ന് ഉണർന്ന് അതുപോലെ തന്നെ മായങ്ക് യാദവ് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ LSGയും വീണ്ടും ഒരു ടീമായിട്ട് മാറും. കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും മറ്റു ടീമുകൾക്ക് കൊടുക്കും. ഇനി SRHൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി മറ്റ് ടീമുകളുടെ നിന്നും SRH ഇതുപോലെ അടി വാങ്ങിക്കും. ഏതൊക്കെ മാച്ചിൽ അവർ 200-ന് താഴെ അടിക്കുന്നു ആ മാച്ചിലെല്ലാം ഇവർ തീർച്ചയായിട്ടും അടി വാങ്ങിക്കും. അവരുടെ ബോളിംഗ് യൂണിറ്റിന് അതിന് കൊടുക്കും.
കൊടുക്കാനുള്ള ഒരു ബോളിംഗ് യൂണിറ്റേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പ്രിവ്യൂവിൽ തന്നെ പറഞ്ഞതാണ്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അത് ഇപ്പോഴല്ല എന്നുണ്ടെങ്കിൽ ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴായാലും SRHനെ ബൈറ്റ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതൊക്കെയാണ് LSG vs SRH മാച്ചിനെ പറ്റിയുള്ള വർത്തമാനങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അവിടെ നമുക്ക് ക്രിക്കറ്റ് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വൈകിട്ട് RCB vs CSK മാച്ചിൻ്റെ റിവ്യൂമായിട്ട് കാണുന്നതുവരെ ബൈ.